20-ലധികം കോളേജുകൾ മത്സരിച്ച 2 രാത്രികൾ നീണ്ടുനിന്ന ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ട MG യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവത്തിലെ മികച്ച നടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇമ്മിണി വലിയൊരാളിൽ ജോയിൻ ചെയ്യുന്നത് അല്ലേ? അത് പറയുമ്പോൾ ആളിവിടുന്ന് ചിരിക്കുകയാണ്. ആ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഇമ്മിണി വലിയൊരാളിൽ ചോദിച്ചറിയാനുണ്ട്. അപ്പം വെൽക്കം അലൻ കരീഷ്മ ടു ഇമ്മിണി വലിയൊരാൾ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് ഞങ്ങൾ പറയാണ്. താങ്ക് യു. കാരണം ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് അല്ലെ ഒരു മികച്ച നടിയാകുക എന്നുള്ളത്. അതും നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം എന്ന് പറഞ്ഞാൽ അത്രമേൽ പേര് കേട്ട ഒരുപാട് ആളുകൾ, ഒരുപാട് യുവജനങ്ങൾ നെഞ്ചിലേറ്റിക്കൂടെ നടക്കുന്ന ഒരു നാടകോത്സവമാണ്. അപ്പൊ അതിലും മികച്ച നടിയായിട്ട് വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നതെന്ന് ചോദിച്ചാൽ സന്തോഷമാണ് ല്ലേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് അതല്ല അറിയേണ്ടത്, ഇതുവരെ എത്ര ആളുകളുടെ അംഗീകാരങ്ങൾ ലഭിച്ചു, എത്ര ആളുകൾ പറഞ്ഞു പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറയത്തില്ലേ, സന്തോഷമായിന്ന്. ഞങ്ങൾക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് വേണം, പറഞ്ഞു. അയ്യോ, ആദ്യം മാഷിനാണ് ഏറ്റവും കൂടുതൽ, ഞങ്ങളെ നാടകം പഠിപ്പിച്ച ജെബിൻ സാറിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. സാർ നാടകം ചെയ്ത് തുടങ്ങുമ്പോഴേ പറയുമായിരുന്നു, ഇത് ഞാനൊരു മികച്ച നടിക്ക് വേണ്ടി എഴുതുന്ന സ്ക്രിപ്റ്റാണ്, സോ അതെനിക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം സാറിനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം റിസൾട്ട് ആയിട്ടപ്പം. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 9 പേര് ആക്ടേഴ്സ് പ്ലസ് 3 പേര് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ 12 പേരുടെ ടീമായിരുന്നു. ടീമിലുള്ളവർക്ക് സന്തോഷം, യൂണിയന് സന്തോഷം, കോളേജിന് സന്തോഷം, വീട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷം. ഞങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഹിസ്റ്ററി വേണം, കംപ്ലീറ്റ് ലിസ്റ്റ് വേണം. ആരെങ്കിലും ഒക്കെ വിട്ടുപോയിക്കാൻ ഇന്റർവ്യൂ കണ്ടിട്ട് മിക്കവാറും നമ്മുടെ അലൻ കരീഷ്മയ്ക്ക് ഒരു ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ പഠിച്ചത് UG ചെയ്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കോളേജിൽ പെട്ടെന്ന് അങ്ങോട്ട് നോട്ടീസൊക്കെ അങ്ങ് സ്പ്രെഡായി. അപ്പൊ അവിടെ UG പഠിച്ചെടുത്ത ആൾക്കാർക്കാണേലും വീട്ടിലും നാട്ടിലും കൊച്ചമ്മ, അമ്മച്ചി, അങ്ങനെ സകല കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും വിളിച്ചു. അങ്ങനെയൊക്കെ. അപ്പൊ നമ്മുടെ അലനോടൊപ്പം നാട്ടുകാരും വീട്ടുകാരും കോളേജിലുള്ള സ്റ്റുഡൻസും ഫ്രണ്ട്സും സാറുമാരും ഒക്കെ ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഈ ഒരു വിജയം ഒരു 5 പേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ആർക്ക് കൊടുക്കും? 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് കൊടുക്കാനാണോ? ക്രെഡിറ്റ് ആദ്യം തന്നെ ജെബിൻ സാറിനാണ് കൊടുക്കുക. കാരണം അത്രയും എഫേർട്ട്, ഇതൊരു 1.5 മാസം സോഫാറുള്ള അലനിൽ നിന്ന് കുറേ മാറി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഫുൾ ഹെൽപ്പായിരുന്നത് ജെബിൻ സാറാണ്. അപ്പോൾ സാറിന് എന്തായാലും കൊടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടീം, ഞാൻ പറഞ്ഞ 12 ആൾക്കാർ, അവർക്ക് എന്തായാലും, കാരണം ഇപ്പം ഓരോ സീനാണേലും മൊത്തം ഇപ്പം ഞാനും സാറും കൂടി ഇരുന്നല്ല ചെയ്തത്, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഇങ്ങനെ പറഞ്ഞു തരാൻ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂണിയൻകാരെ മെൻഷൻ ചെയ്തിരിക്കാൻ പറ്റില്ല. അവർ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇറക്കിയതും രാത്രി ഇങ്ങനെ 1 മണി 2 മണി വരെയൊക്കെ പ്രാക്ടീസ് പോയിട്ടുള്ള ദിവസങ്ങളിൽ മൊത്ത സമയം ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് അവർ കാണും. അതേപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാരെയാണെങ്കിലും മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും അനിയനൊക്കെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ്സ്, എങ്ങനെയുണ്ട് നിന്നെ കൊണ്ട് ഇതൊക്കെ കുട്ടിയെ കൂടോടി, എന്തായാലും നീ ചെയ്യണം, അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞ ഈ സാധനം കിട്ടിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം പറയുന്നതാണോ ആ ഒരു വൈബായിരുന്നു. കാരണം സോഫാർ അങ്ങനെ നാടകങ്ങൾ ഒന്നും അങ്ങനെ അധികം ചെയ്ത് പരിചയമില്ലായിരുന്നു. SB വന്നു കഴിഞ്ഞത് പിന്നെ തുടങ്ങിയ പരിപാടിയത്. അപ്പം അങ്ങനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാം. കൊണ്ടുവരല്ലേ? അടിപൊളി. അപ്പം അലൻ കരീഷ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നാടകത്തിന് നമ്മുടെ എന്താ മികച്ച നടിയൊക്കെ ആയതാണ്, അപ്പൊ ആ ഒരു ബിൽഡപ്പിലൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആള് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് വൈ സോ സിമ്പിൾ മാൻ? സിമ്പിൾ ആകേണ്ട വന്നതാണ്. കാരണം ഇനി ഒരു 1 to 2 months മുഖത്തും കണ്ണിലും ഒന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് കുറച്ച് കുമ്മായും കണ്ണി വാരിയിട്ടു. അത് ഞങ്ങൾക്ക് അറിയണം കേട്ടോ. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആള് നേരത്തെ ആൻസർ കയറി പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മള് പിക്ചേഴ്സിലൊക്കെ കണ്ടു ജ്വലിക്കുന്ന കണ്ണുമായിട്ട് നിൽക്കുന്ന ഒരു മികച്ച നടി, ഒരു പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത്രയും ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പിക്ചറിൽ ആ ജ്വലിക്കുന്ന കണ്ണുകളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ അതിന് പിന്നിൽ ഈ കണ്ണിന് എന്തോ സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അതായത് ഫൈനൽ ക്ലൈമാക്സിലുള്ള ഒരു സീൻ എൻ്റെ അല്ല, ഒരു കുടം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. കുടത്തിന്റെ അകത്ത് ഭസ്മാണ് ഇടേണ്ടിയിരുന്നത്. ഫൈനൽ പ്രാക്ടീസിന്റെ സമയം വരെ ഈ ഭസ്മത്തെ കുറിച്ച് ആരും ബോധർ ചെയ്യുന്നില്ല. സോ സ്റ്റേജിൽ കയറുന്നതിന് കുറച്ച് സമയം മുന്നേ ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ ഭസ്മം ഇല്ല. പറഞ്ഞു, നല്ല ഓർമ്മയാണല്ലോ, ഈ സമയത്ത് തന്നെ ഓർക്കണം. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത് നിന്ന് യൂണിയനിലെ ഒരു പയ്യൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, അവിടെ ഭസ്മം ഇല്ല, ഇപ്പം എന്താ ചെയ്യുക? അവിടെ അടുത്ത് നിന്ന് ചാരം വരാൻ പറ്റിയ സ്ഥലമൊന്നും പെട്ടെന്ന് ഈ ഓർമ്മ വരുന്നില്ല. കാരണം ലൈറ്റിൻ്റെ പണി നടക്കുന്നു, എല്ലാവരും ഇങ്ങനെ പല പല പണികളിൽ കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സ്പോർട്സിന് വേണ്ടി ഇരിപ്പുള്ള കുറച്ച് കുമ്മായം ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് കുമ്മായം ഇത് ഈ ഒരു വൈബിലേക്ക് ഒന്നും കാര്യം ഓടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അലർജി ഉണ്ട്, സ്കിന്നിന് പ്രശ്നമാവും. അപ്പം പറഞ്ഞു, ഇല്ല ചേച്ചി, കുറച്ച് നീക്കി പിടിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുറെ കാലമായിട്ട് തുറന്നിരിക്കുന്നതാ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. കുമ്മായം ഇട്ടു, അടിച്ച് പൊട്ടിച്ചു, ഒരു പീസും അത് തിരിച്ചിങ്ങനെ മുഖത്തേക്ക് തെറിച്ചു. അപ്പൊ കുറച്ച് കട്ടയ്ക്ക് കുമ്മായം ഒരു കണ്ണിലേക്ക് അങ്ങ് വീണു. പിന്നെ ഹോസ്പിറ്റലായി, ബഹളായി, അങ്ങനെയൊക്കെ. ലാസ്റ്റ് ഡേ അല്ലേ പ്രാക്ടീസിന്റെ സമയത്ത്, ഫൈനൽ പ്രാക്ടീസിന്റെ സമയത്ത് ഞങ്ങൾ നാടകം ക്യാൻസൽ ചെയ്തായിരുന്നു. കേറണ്ട, ഒട്ടും വയ്യ. പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല എങ്ങനെയെങ്കിലും ചെയ്യണം. കാരണം ഒരു 30 മിനിറ്റിന് വേണ്ടിയായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പം ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് കളയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നേരം ഡോക്ടർ പറഞ്ഞു, ആ കയറുന്നതിന് മുന്നേ കയറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വാന്നൊക്കെ പറഞ്ഞ് ലെൻസൊക്കെ ഇടിച്ച് വിട്ട് പോയി ചെയ്തു.
എന്തൊക്കെ വന്നാലും സാരയില്ല, ഞാനത് ചെയ്തിരിക്കും എന്നൊരു ഒരു വിൽ പവർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ ചെയ്ത് വന്ന നമ്മുടെ നാടകത്തിന്റെ പേരാണ് മാറ്റാൾ, അല്ലെ? അപ്പൊ എന്താണ് മാറ്റാൾ എന്നാണ് ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത്. എന്താണ് മാറ്റാൾ? മാറ്റാൾ എന്ന് പറയുമ്പം ഒരു കാര്യങ്ങളിലൊരു മാറ്റം കൊണ്ടുവരുന്ന സ്ത്രീ എന്ന് പറയുന്ന രീതിയിലുള്ളതാണ്. നാടകം ശരിക്കും ചർച്ച ചെയ്യുന്നത് സോഫാറുള്ള പാട്രിയാർക്കൽ വ്യവസ്ഥിതിയെ തന്നെയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. 1920കളാണ് കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ഭവാനി എന്നാണ്. ഭവാനി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സമരം ചെയ്യാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ഭാര്യയാണ്. അപ്പം അവിടെ തന്നെ ഒരു ദളിത് സ്ത്രീയാണ് ഭവാനി. അപ്പം അങ്ങനെ ജാതിയുടെയും ലിംഗത്തിന്റെയും ഒക്കെ പേരിൽ നിലനിൽക്കുന്ന ഒരുപാട് വ്യവസ്ഥിതികളെ, അതേപോലെ തന്നെ മാരിറ്റൽ ലൈഫിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മാറ്റാള്. അവസാനം അയോധ്യ വിഷയം വരെ ചർച്ച ചെയ്തിട്ടാണ് മാറ്റാൾ അവസാനിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഏരിയകളിലൂടെ കടന്നുപോയി ഒരുപാട് രാഷ്ട്രീയം, മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് മാറ്റാള്. ഭവാനി ഭവാനിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളതല്ലേ? അതെ, ഭവാനിയാണ്. അപ്പൊ ശരിക്കും ഇനി ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തെ ഒരു ഹാപ്പിനെസ് എന്തായിരുന്നു? ഇപ്പൊ നമ്മുടെ ഒരു മാറ്റാളിന്റെ തീം ഇത്രത്തോളം നമ്മള് ഇപ്പൊ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തീം തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. അപ്പൊ ശരിക്കും ഭവാനി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി നമ്മുടെ അലൻ ലൈഫിലേക്ക് വരുമ്പോൾ അലൻ ഉണ്ടായ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത്? ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ SB വന്നു കഴിഞ്ഞത് പിന്നെ തുടങ്ങിയ ഒരു പണിയാണ് നാടക അഭിനയം എന്ന്. അപ്പൊ ആദ്യം തന്നെ സെലക്ഷന്, കഴിഞ്ഞ വർഷം നാടകത്തിന് സെലക്ഷൻ കിട്ടിയത് ക്ലാസ്സിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷന് പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കിട്ടിയത് പിന്നെ ഒരു കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സാറ് ആ സ്ലാങ്ങും എല്ലാം സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഒരു തെരുവിൽ ജീവിക്കുന്ന, തെറിയൊക്കെ വിളിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കണ്ണൂർക്കാരി ആയത് കാരണം ആ ഒരു വൈബ് എനിക്കുണ്ട്. ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഭവാനി ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു. എന്നെ കൊണ്ട് ആദ്യം കേട്ടപ്പോഴേ എനിക്കറിയായിരുന്നു. കാരണം ഈ നാടകത്തിൽ ആദ്യം ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, നരുന്ത് പോലെ ഇരിക്കുന്ന പെൺകുട്ടി. ഇങ്ങനെയായിരുന്നു സാർ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന ഭവാനി. അപ്പം ആ ഭവാനിന്ന് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടെത്തിന്റെ അറിയാം, ഈ ഭവാനിയിലേക്കുള്ള നരുന്തല്ലായിരുന്നു. അപ്പം ഭയങ്കര റിസ്ക് ഉള്ളൊരു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന എനിക്ക് ഒരിക്കലും തോന്നാത്തൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ സാർ ഓരോ സീനിട്ട് വരുമ്പോഴും ഇതെന്റെ പണിയല്ലാന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു എന്നാണ് ഞാൻ മാഷിന്റെ അടുത്ത് പറയാ. പക്ഷെ ഇങ്ങനെ എന്താണ്, ഒരു 1.5 മാസം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. ഇതിലും വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വെയിറ്റ് കുറച്ചു. ഭവാനിക്ക് വേണ്ടി രാത്രിയില് ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒക്കെ മാറ്റി, എന്താ പറയാ, തീക്ഷ്ണത കിട്ടുന്ന പാട്ടുകള്. തീക്ഷ്ണത, ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് വൈബായിട്ടുള്ള നില്ല് പോലത്തെ പാട്ട് കേൾക്കുന്നത്. ഓക്കെ. അപ്പൊ തീക്ഷ്ണമായിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു. ആ പാട്ടുകൾ 2 ഒന്ന് പറഞ്ഞുതരാമോ, ഇടയ്ക്ക് തീക്ഷ്ണത കൂടാൻ വേണ്ടിട്ട്? അയ്യോ, മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ നീയേ ഭൂവിൻ, അതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു പാട്ടുണ്ട്. പിന്നെ മറ്റേ പുതിയ നിയമത്തിലെ പെണ്ണിന് ചിലമ്പുണ്ട് ആ പാട്ട്. അങ്ങനത്തെ പാട്ടുകളൊക്കെ ഏറെക്കുറെ ഭവാനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള പാട്ടുകളായത്. അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ വൈബൊക്കെ. ഈ പാട്ടുകൾ മാറ്റുക, വെയിറ്റ് കുറയ്ക്കുക, ഇതിനുപരി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? മറ്റെന്ത് കാര്യങ്ങളാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. അതായത് സാറിന് അറിയാം ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പാണെന്ന്. ഇങ്ങനെ വിളിക്കും, 8 മണിക്ക് പ്രാക്ടീസ് വെച്ചാൽ 10 മണിക്ക് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. അപ്പൊ പുള്ളി പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ സാറിന് വലിയ ടാസ്ക് ആയിരുന്നു. പുള്ളി പിടിച്ചിട്ടു. ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക് അധികം. നമ്മുടെ ഇമോഷണൽ മെമ്മറി റീകളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ ഈ ഒരു പ്രോസസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ട്രാക്കിൽ കയറുക. ഒരു 1.5 മാസം പ്രാക്ടീസിൻ്റെ സമയത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിൻ്റെ ട്രാക്കിലോട്ട് വരുന്നത്. പിന്നെ പുള്ളിക്കും പണി എളുപ്പമായി. എല്ലാവരും തന്നെ ഈ ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞപ്പോഴായിരുന്നു കാര്യങ്ങൾ എളുപ്പമായത്. സോ ഇങ്ങനെ നമ്മുടെ കുറേ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഏരിയാസ്, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് സോഫാർ ഇന്നൊരു പക്ഷെ ഇവിടെ വന്നിരിക്കുന്നതിന് മുന്നേ വരെ നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഭവാനിയായിട്ട്. അപ്പം അലനും ഭവാനിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, അല്ലെങ്കിൽ ഏതൊരു പെണ്ണും ഭവാനിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ചധിക കാലം എടുത്തു മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഭവാനി വലിയ കുഴപ്പമില്ല, ഭവാനി ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെയായിരുന്നു. അങ്ങനെ ഭവാനിയോടുള്ള പ്രണയം വളർന്ന് ആ ക്യാരക്ടറിൽ അങ്ങ് ജീവിക്കുകയായിരുന്നു നമ്മുടെ അലൻ, അല്ലേ? ശരിക്കും സാറിനാന്ന് തോന്നുന്നു ശരിക്കും കഷ്ടപ്പാടല്ലേ, നിങ്ങളെ വിളിച്ച് പിടിച്ച് കൊണ്ടുവന്നിടണം, അല്ലേ? അതെ, നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന് ഇപ്പം ഞങ്ങൾ 12 പേരിൽ ഒരു 3-4 എണ്ണം സ്കൂൾ കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങോട്ട് ചാടിയ ടീമാ. അപ്പൊ നിങ്ങൾ ഈ കോളേജ് കണ്ടതിന്റെ ഒരു കുന്തളിപ്പ്, അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പൊ ഇത് എല്ലാം ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ സാറിന് വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ സാർ നല്ലോണം പണിയെടുത്തു.
പാവ സാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഇപ്പം. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സാർ ഇത്രയും കഷ്ടപ്പെട്ടു, ഇതിനു വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തു, നിങ്ങളും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു പഠനം എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ ലിറ്ററേച്ചർ പഠിക്കുന്ന ആളെ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കിങ്ങനെ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷമാണെങ്കിലും നാടകത്തിന്റെ സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്ന സമയം കലോത്സവം, നാടകോത്സവം, ഫെസ്റ്റുകള്, ക്ലാസ് അധികം മൈൻഡ് ചെയ്യാത്തൊരു സമയം തന്നെ. അല്ലെങ്കിൽ ഏതാണ്ട് മൈൻഡ് ചെയ്യുന്നതല്ല. കഴിഞ്ഞ വർഷം നാടകത്തിന് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നാടകത്തിന് ഇറങ്ങിയത്, കുറച്ച് മുമ്പ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഏറെക്കുറെ. അപ്പൊ അത് കാരണം പിന്നെ പഠനമൊക്കെ ബാലൻസ് ചെയ്ത് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ലിറ്ററേച്ചർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അങ്ങനെ ക്ലാസ്സിൽ കയറാൻ നമ്മൾ ലിറ്ററേച്ചർ എടുക്കില്ലല്ലോ, അങ്ങനെയൊക്കെ. ദൈവമേ, ഇതൊക്കെ പഠിപ്പിക്കുന്ന മിസ്സാറ് കേൾക്കുന്നുണ്ട് എന്തോ. ഓക്കെ, അപ്പം പഠനം അതിനിടയ്ക്ക് പോയി, നമ്മുടെ പ്രാക്ടീസ് അതിനിടയ്ക്ക് പോയി, അങ്ങനെ നമുക്ക് മത്സരത്തിന് അവാർഡൊക്കെ കിട്ടി. അപ്പൊ സന്തോഷമായി. ആ ഒരു മൊമെന്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിങ്ങനെ പ്രഖ്യാപിക്കുന്നു, എല്ലാരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നു, എന്താണ് എന്നറിയാൻ. അനൗൺസ് ചെയ്ത ടൈറ്റിൽ മികച്ച നടിയായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ കഴിഞ്ഞപ്പോ തന്നെ അത്യാവശ്യം ഒരു റീച്ച് എത്തിയായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ സാറ് പറഞ്ഞു ഇവിടെ തന്നെ നീ നിന്നോ, നിനക്ക് തന്നെ കേൾക്കാതെ. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല സാധനങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല. അത് പറയുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് സോഫാർ. കാരണം നല്ല ടൈറ്റിലുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ മിസ്സായി പോകാറുണ്ട് മത്സരങ്ങളിൽ നിന്ന്. അപ്പം ഞാൻ ഓർത്തു ഭവാനിയും അങ്ങനെ അങ്ങ് പോകും എന്നോർത്ത്. സോ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മൊമെന്റ് വരെ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഓക്കെ കിട്ടി സാധനം കയ്യിൽ എന്ന് പറയുന്നൊരിത്. നല്ല നല്ല സന്തോഷമായിരുന്നു. ആ പേരൊക്കെ വിളിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പറഞ്ഞ പ്രിയ സന്തോഷമായിരുന്നു, ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു എക്സ്പ്രഷൻ ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. കാരണം ആ ഒരു സമയത്ത് പേര് അനൗൺസ് ചെയ്യുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറ്റുള്ളവരൊക്കെ ചുറ്റും ഇങ്ങനെ ഭവാനിക്ക് തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അതെന്തായിരുന്നു ഇത് പറ. ഭയങ്കര സന്തോഷം. ആദ്യത്തെ ടൈറ്റിൽ മികച്ച നടി, അത് പെട്ടെന്നായിരുന്നു. റിസൾട്ട് അനൗൺസ്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. ഒരു വലിയ സ്റ്റേജ് അനൗൺസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് നാടക നടിയല്ലേ, മികച്ച നടിയല്ലേ, അതുപോലെ ഞങ്ങൾക്ക് ഫീൽ വരണം. അങ്ങനെ വലിയൊരു സ്റ്റേജ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ജഡ്ജ്, അപ്പൊ പുള്ളിയുടെ കയ്യിൽ ഇതുണ്ട്. അപ്പം ഷോർട്ട് നോട്ടീസിലായിരുന്നു ഇങ്ങനെ നാടകത്തിന്റെ ഫലപ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്. അപ്പത്തേക്ക് നമ്മളൊക്കെ ഞാൻ ഉറങ്ങുമായിരുന്നു അവിടെ കിടന്ന്. ആക്ച്വലി തലേദിവസത്തെ ക്ഷീണവും, രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ കൂടെയുള്ള അറിയോ മടിച്ചാരിന്ന് ഉറങ്ങായിരുന്നു. അപ്പത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ തട്ടി വിളിച്ചു എഴുന്നേറ്റു. ഈ കണ്ണിന് വയ്യാത്തതുകൊണ്ട് കണ്ണിൽ പെട്ടെന്ന് പീള കിട്ടും. സോ പീളയൊക്കെ ഒന്ന് പോയി കഴുകി പതുക്കെ ബോധത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ ആണ് ഈ സാധനം കേട്ടത്, മികച്ച നടി ഭവാനി. അപ്പത്തേക്കും ഒന്ന് സന്തോഷത്തിൽ ചാടി. ഒരു കണ്ണ് വയ്യായിരുന്നു, ആ കണ്ണ് ഓൾറെഡി നിറഞ്ഞിരിക്കും. മറ്റേ കണ്ണിൽ നിന്ന് കൂടെ കുറച്ച് വെള്ളമൊക്കെ വരുത്തി കഷ്ടപ്പെട്ട് വരുത്തി നമ്മളല്ലേ, കൈയൊക്കെ അടിച്ച് എങ്ങനെ സന്തോഷായി. ഓക്കെ, അപ്പം ഇനി ഇപ്പൊ ചോദിക്കാനുള്ളത്, ഇതിൽ നിന്ന് നമുക്ക് സന്തോഷമൊക്കെ ആയി, ഇനി ഭാവി പരിപാടി എന്താണ്? ഭാവി നല്ല ചോദ്യം ഇഷ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. ഓക്കെ, അമ്മേ ഭാവി അങ്ങനെ വലിയ കാര്യമായിട്ട് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈ പലരും പറയുന്നത് അല്ലേ? അതന്നെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാവി ഇല്ലെന്നല്ലേ. അങ്ങനെ ഫിക്സ് ആയിട്ടുള്ള ഒരു ഭാവി പരിപാടിയൊന്നും ആക്ച്വലി ഇല്ല. BA ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്വാഭാവികമായിട്ട് ഒഴുക്കിന് വന്നിട്ട് MA ഇംഗ്ലീഷ് ചാടി കൊടുത്തു. MA ഇംഗ്ലീഷ് ഇതിപ്പം കഴിയും, ഇനി അങ്ങോട്ട് ചാടണമെന്ന് വലിയ ഊഹമൊന്നുമില്ല. ചിലപ്പം വളരെ സ്വാഭാവികമായിട്ട് B.Ed പോയേക്കാം, അറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ്ങിന് വല്ലതും കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു മികച്ച നടിയാകുക എന്നുള്ളത് ഇപ്പൊ എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. 22ഓളം കോളേജുകളിൽ നിന്ന് മത്സരിച്ച ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ സാധാരണ ഇപ്പൊ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്, ഇനി ഇപ്പൊ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമയായിരിക്കും അല്ലെ, അല്ലെങ്കിൽ മിനി സ്ക്രീനിലോട്ട് എന്താണെങ്കിലും പോകും എന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നോ? അടുത്തത് അഭിനയം തന്നെയാണോ എന്നൊക്കെ? അങ്ങനെയും ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ട് നിങ്ങൾ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ, കാരണം ഇത്രയും നല്ലൊരു എന്താ പറയാ, ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയല്ലേ. അപ്പം സോഫാർ കിട്ടിയിട്ടുള്ളതിൽ അതും ഒരു കലോത്സവത്തിൽ സമ്മാനം അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ചെറുപ്പം തൊട്ട് ഞാനിങ്ങനെ ഐറ്റം മാറി മാറി ട്രൈ ചെയ്യുക, അതായത് ചെയ്യുന്നൊന്നും ഏക്കാതെ ഇങ്ങനെ മാറി 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 നമ്മൾ അടുത്തതിൽ പരീക്ഷിക്കും. അതെ, ഒടുവിൽ PG എത്തേണ്ടി വന്നൊന്ന് നാടകത്തിൽ കയറാൻ. അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ കലോത്സവത്തിന് കിട്ടിയ ഒരു ടൈറ്റിലായത്. അപ്പൊ ആ ഒരു ടൈറ്റിൽ എന്നുള്ളൊരു സന്തോഷത്തിനപ്പുറം ഇതൊരു ഫ്യൂച്ചർ ആകണോ ആകുവോ അതൊന്നും എനിക്കും വലിയ ഊഹമില്ലാത്ത കാര്യങ്ങളാണ്. എന്തായാലും ഇത്രയും ചെയ്തതൊന്നും വലിയ ഊഹമില്ലാതെ തന്നെയാണ് ഇങ്ങനെ പോയത്. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ, ഇങ്ങനെയൊക്കെ തന്നെ പോകുമായിരിക്കും. പോയാൽ മതി. അപ്പം ശരിക്കും നാടകത്തിലേക്ക് PGക്കാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് അതായത് ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. ആ ട്രൈകളുടെ ലിസ്റ്റ് ഒന്ന് കേൾക്കട്ടെ. ട്രൈകളുടെ ലിസ്റ്റ് ആക്ച്വലി ഞാൻ ഈ അഭിനയം പരിപാടി നിർത്തിയതാണ്. കാരണം LP സ്കൂൾ കലോത്സവത്തിന് എന്തോ എന്റെ മോണോ ആക്ടിന് നോ ഗ്രേഡ് തന്നു വിട്ടു.
വന്നില്ല. ഇത്രയും ഗതികെട്ടോ വേറെ ആരും കാണത്തില്ലല്ലേ. അപ്പൊ പിന്നെ വീട്ടുകാർക്കാണേലും ഇനി ഇതിനെ അഭിനയം ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ കാശ് കുറഞ്ഞ ഐറ്റങ്ങളായ പ്രസംഗം, പദ്യം ചൊല്ലല്, അങ്ങനെയൊക്കെ. മോണോ ആക്ട് എന്നൊക്കെ പറയുമ്പോ ഒരൈറ്റം അത്യാവശ്യം കാശാവൂല്ലോ നമുക്ക്. ഇതൊക്കെ ഏത് ക്ലാസ്സിലായിരുന്നു? 4ാം ക്ലാസ് വെച്ചിട്ട് അഭിനയ ജീവിതം അവസാനിപ്പിച്ചതായിരുന്നു. പിന്നെ UP ഒക്കെ എത്തിയപ്പോഴത്തേക്കും പ്രസംഗം, പദ്യം ചൊല്ലല്, അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതൊക്കെ ഇങ്ങനെ പോയി. പിന്നെ +1 +2 സമയത്തും ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഭാഷകൾ ഇങ്ങനെ ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ സ്വിച്ച് ചെയ്ത് അങ്ങനെ. പിന്നെ ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ. പിന്നെ ഒരു ഡിബേറ്റ് കൂടി RJ ഹണ്ടുകൾ, അങ്ങനെയുള്ള ഫെസ്റ്റ്, ആ ഒരു വൈബിലേക്കൊക്കെ വന്ന ഡിഗ്രി സമയത്തായിരുന്നു. അപ്പോഴത്തേക്കും വൈബ് തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണ വന്നു. പിന്നെ 2 കൊല്ലം വീട്ടിലായിരുന്നു. പിന്നെ കോളേജ് കാണുന്ന SB വന്നപ്പോഴത്തേക്കാ പിന്നെ അങ്ങ് നാടകത്തിലേക്ക് അങ്ങോട്ട് കേറി. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. അതെ. എന്ത് പറ്റി ഡാൻസിൽ? അയ്യോ ഇല്ല, കഴിവില്ല. ഡാൻസിൽ ഞാനൊരു മമ്മൂട്ടിയാണ്. അടിപൊളി. അപ്പം ഡാൻസിൽ മാത്രം നമ്മള് ഒന്നൊന്ന് പരീക്ഷ നോക്കിയിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷണമൊക്കെ മറ്റേ ഈ സ്റ്റേജിൽ ഒരു 5 പിള്ളേരുണ്ടെങ്കിലും 4 പേര് ഒരു സൈഡിൽ പോകുമ്പോൾ മറ്റേ സൈഡിലേക്ക് പോകുന്നൊരു കൊച്ചായിരുന്നു. അതുകൊണ്ട് ടീമിലാരും എടുക്കാറില്ല ഡാൻസ്. വെറൈറ്റി അല്ലേ നമ്മുടെ പരിപാടി. അപ്പൊ എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അലൻ കരീസ്മയെ കുറിച്ച് നമ്മളിങ്ങനെ കൂടുതൽ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മത്സരങ്ങളെ കൃഷിയാക്കി മാറ്റിയ ഒരാളാണെന്ന് വേണം നമുക്ക് പറയാം അല്ലെ. കാരണം RJ ഹണ്ട് ഉണ്ട്, പിന്നെ ആ ലിസ്റ്റ് അങ്ങോട്ട് പോരട്ടെ, കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നോട്ട് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ബെസ്റ്റ് പേഴ്സണാലിറ്റി, പിന്നെ സ്റ്റാർ ഓഫ് വിമല. യെസ്, അങ്ങനെ നീണ്ട ഒരുപാട് ലിസ്റ്റുകളുണ്ട് അല്ലെ അലന്റെ ലൈഫിൽ. അപ്പൊ എല്ലാ മത്സരങ്ങളും പറഞ്ഞാൽ മത്സരങ്ങൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞാലും അതിലൊക്കെ പോയി പങ്കെടുത്ത് സമ്മാനം മേടിച്ചോണ്ട് വരുന്ന ആളാണല്ലേ. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ശരിക്കും ഞാൻ പറയാണ്ട് പോയിട്ടുള്ള കുറച്ച് ലിസ്റ്റുകളൊക്കെ ഇല്ലേ, അതെന്തൊക്കെയാ? ഇല്ല, ഇതിപ്പം ഇതൊക്കെ ഓരോ ടൈറ്റിലുകളുടെ പേര് വരുന്ന സംഭവം. ബേസിക്കലി ഒന്നെങ്കിൽ RJ ഹണ്ട് ആയിരിക്കും, അല്ലെ പ്രസംഗ മത്സരമായിരിക്കും, അല്ലെ ഡിബേറ്റ് ആയിരിക്കും. വാക്കുകൊണ്ട് സംസാരിച്ച് കിട്ടേണ്ട ഏരിയകളാണ് ഇതൊക്കെ. അപ്പം അങ്ങനത്തെ എവിടെ കണ്ടാലും അങ്ങ് പോകും. ഡിഗ്രി സമയത്താണ് മനസ്സിലായത് ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നത്. പിന്നെ ഇതങ്ങ് ഫസ്റ്റ് ഇയർ തുടങ്ങി. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ വന്ന് വരുമാനമൊക്കെ നിന്നു. പിന്നെ ഓൺലൈൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കൊണ്ട് ഈ പുതിയ ലൊക്കേല പരിപാടിയൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ പോകും, മത്സരിക്കും. വലിയ കൂട്ടത്തോൽവിയായിരിക്കും ചിലപ്പോൾ ഒരു മാസം മുഴുവൻ. പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ചായിരിക്കും അടുത്തിന് രജിസ്റ്റർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ കിട്ടും. അങ്ങനെ കിട്ടിയും കൊടുത്തും വാങ്ങിയൊക്കെ ഇങ്ങനെ മത്സരിക്കും. അങ്ങനെ ഇവിടെ വരെ എത്തി. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു ഷോ എന്തായിരിക്കും? എങ്ങനെ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് മത്സരങ്ങളല്ല, ഇതില് ഏറ്റവും ആദ്യമായിട്ട് പങ്കെടുത്ത് വിജയിച്ച, RJ ഹണ്ട് പോലെ വിജയിച്ച ഒരു മത്സരം ഏതായിരിക്കും? എനിക്ക് തോന്നുന്നത് ടൈറ്റിൽ പോലെ ആദ്യം കിട്ടിയത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് അൽ-അസർ കോളേജിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായിരുന്നു അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടൈറ്റിലായിരുന്നു. പ്രസംഗ മത്സരമായിരുന്നു. ഇതേപോലെ തന്നെ 10 മിനിറ്റ് എന്തോ നമ്മൾ സംസാരിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ 5 മിനിറ്റ് പിന്നെ ടോപ്പിക്ക് തരും. അപ്പം അതായിരുന്നു എന്താ പറയുക, സോഫാർ ഇങ്ങനെ കുറച്ച് കനമുള്ള ഒരു ടൈറ്റിലായിട്ട് ആദ്യം കിട്ടിയ ഒരു സംഭവം. അത് ഭയങ്കര ആക്ച്വലി ഇതേപോലെ തന്നെ കയ്യിൽ കാശൊന്നുമില്ല. അങ്ങനെ ഒരു കൂട്ടുകാരിയും കൂട്ടി പോയി. അവിടുന്ന് അത് പിന്നെ അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. ഫ്രീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. കൂടെ വന്ന കൂട്ടുകാരുടെ പേര് അന്നാമ, ആൻഡ്രോസ് എന്നാ പേര്. ഇപ്പം കാനഡയിൽ ഇരിക്കുന്നു. കാണും. അതെ, കാനഡയിൽ ഇരുന്നത് കാണും. അപ്പൊ ഇങ്ങനെ അവളെയും കൂട്ടിപ്പോയി. അപ്പൊ അവിടെ അന്ന് മത്സരം കഴിഞ്ഞു. കിട്ടൂലെന്ന് ഏറെക്കുറെ, കാരണം അങ്ങനെ കിട്ടാറില്ല വലിയതൊന്നും. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്കൊന്നും കിട്ടാറില്ല. അത് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുറെ എത്തിക്കഴിഞ്ഞപ്പം തിരിച്ചു വിളിച്ചിട്ട് വാ മോക്ക ഫസ്റ്റ്. അപ്പത്തേക്കും അയ്യോ, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. എന്നിട്ട് അന്ന് സമ്മാനമൊക്കെ വാങ്ങി. അതായിരുന്നു, അത് 10K എന്തോ ഉണ്ടായിരുന്നു. അപ്പം സോഫാർ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ എമൗണ്ട് ആയിരുന്നു അന്നത്. അപ്പൊ ഇങ്ങനെ ഭയങ്കര സന്തോഷമായി. പോയി വാങ്ങി ഫുഡൊക്കെ കഴിച്ചു, എല്ലാവർക്കും ചെലവൊക്കെ ചെയ്ത് അങ്ങനെ ചെലവൊക്കെ ചെയ്താ 10K അപ്പൊ തന്നെ തീർന്നു. അതെ, ആണോ? ഏറെക്കുറെ എന്റെ കയ്യിൽ ഇങ്ങനെ എമൗണ്ട് ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ആ സമയത്തെ ആവശ്യങ്ങളുണ്ട് നടന്നു പോകുന്നല്ലാതെ അങ്ങനെ സേവിങ്സ് ആയിട്ടൊന്നും കുച്ചിനഹി. ശരിക്കും ഈ എമൗണ്ടുകളൊന്നും സേവ് ചെയ്യാണ്ട് വെക്കാണ്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അത്രയും ഒരു കോമ്പറ്റീഷൻ തന്നെയല്ലേ, അത്രയും കഷ്ടപ്പെട്ട് നേടിയ ഒരു സാധനമല്ലേ. അങ്ങനെ ഇടയ്ക്കൊരു നഷ്ടബോധമാണ്. ഇടയ്ക്ക് കാശിന് ആവശ്യം വരുമ്പോ ഈ നഷ്ടബോധം എന്ന് പറഞ്ഞ സാധനം വരും, സ്വാഭാവികം. പിന്നെ അപ്പൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്താ വലിയ ആവശ്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം കണ്ടിട്ടാണെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഈ ഇടയ്ക്ക് ഇങ്ങനെ പൈസ തരുന്ന അപ്പന്റെ അമ്മയുടെ കാര്യം എനിക്ക് മെൻഷൻ ചെയ്തു. അപ്പം
അപ്പനും അമ്മയും വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിൽ അപ്പൻ, അമ്മ, അനിയൻ, മൂന്നാള്. ഞങ്ങൾ 4 ആള്. ഞങ്ങള് 3 ആളൊന്നും ദൈവമേ, കണക്കിന് ഇതൊരു പരാജയമാണോ? ഏറെക്കുറെ ഏറെക്കുറെ അതും അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലാണ്ട് എന്തുകൊണ്ടാ ഇത്ര സിമ്പിൾ ആയത്? സിമ്പിളാണോ? സിമ്പിൾ ഒന്നും അല്ല, പവർഫുൾ ഒക്കെയാണ് അല്ലെ? ഭവാനി ആയ പവർഫുൾ ആണ്, അല്ലെങ്കിൽ അലനാണെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പം വീട്ടിലെ ഫാമിലി അവരൊക്കെ എന്തെടുക്കുന്നു? അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അനിയൻ ഇപ്പം ACCAക്ക് കയറിയേക്കുവാണ്. അങ്ങനെ അവരൊക്കെ സ്വന്തമായിട്ട് ജോലിയും കൂലിയും പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കുന്ന ആൾക്കാർ. അച്ഛനും അമ്മയും ഏത് സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്? ഇംഗ്ലീഷാ. ആഹാ, അതുകൊണ്ടാണ് മകളും ഇംഗ്ലീഷ് എടുത്തതെന്ന് ആളുകളൊക്കെ പറയാറുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ +2 ഒരു ദയനീയ അവസ്ഥ കണ്ടപ്പം അപ്പം പറഞ്ഞു, ഞാൻ ജയിച്ചതല്ലേ, നീ എന്തായാലും ഇംഗ്ലീഷ് എടുത്തോ, നീയും ജയിക്കും. അങ്ങനെ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. ആ സപ്ലിയുടെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ പഠിപ്പില്ലായിരുന്നു. ജയിച്ചെന്തായാലും ഇവിടെ വരെ തട്ടിമുട്ടിയും ജയിച്ച് ഇവിടെ വരെ എത്തി. എത്തി. ഓക്കെ, അപ്പം അലൻ കരിസ്മ എന്നൊരു പേര് എങ്ങനെയാ വന്നത്? ആരായിട്ടെ? അമ്മയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം, സോഫാർ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന്. അത് ഈ കരിസ്മ എന്തായാലും അവർ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇനി ഫ്രണ്ടിൽ എന്ത് വേണം? ഞാൻ ചെറുപ്പം തൊട്ട് അത്യാവശ്യം ഇങ്ങനെ ചബ്ബി കുഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ അന്നാന്നിട്ടാലോന്ന് ഓർത്തു. പിന്നെ ഓർത്തു നല്ല ഗുണ്ടു കുട്ടി ആയതുകൊണ്ട് ആൾക്കാർ ആനേന്ന് വിളിച്ച് കളിയാക്കിയാലോ, അന്നേന്നിട്ടിട്ട്. അപ്പൊ അത് വേണ്ട, അങ്ങനെ ഓർത്ത് പിന്നെ അവരോർത്ത് അലൻ എന്നാ അലൻ ഫിക്സ് ചെയ്യാ, അലൻ കരിസ്മ ജോസഫ്. അങ്ങനെ ഇട്ടു. അങ്ങനെയാണ് അലൻ കരിസ്മ ജോസഫ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ശരിക്കും ഒരു നമുക്കിപ്പം നമ്മുടെ കിട്ടിയ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാള സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് പോലും ചില ആളുകൾ ഇതിനെ കാണുന്നുണ്ട്. പക്ഷെ ഞാനത് കാണുന്നില്ലല്ലേ, അതല്ലേ മനസ്സില്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല, ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡൽ ആക്കാൻ പറ്റിയ, ഇപ്പം നാടകത്തില് ഇപ്പൊ 2 വർഷം ആയിട്ടുള്ളൂ അല്ലേ? അപ്പൊ എങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഒരു അഭിനയമൊക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകൾ കാണത്തില്ലേ? അത്തരത്തിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? മലയാളത്തിൽ മാത്രമല്ല, ടോട്ടൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെയാണ് അങ്ങനെ ഇഷ്ടം? എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ്. ഊർവശി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ റീസെന്റ് ആയിട്ടുള്ളവരിലാണെങ്കിൽ നിമിഷ സജയനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള അതെ, ഒരുപാടുണ്ട് ഇഷ്ടം. അങ്ങനെ പറയാനാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ആളുകളുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇവരുടെ ആ ഒരു ആക്ടിങ് സ്കിൽസ് ഒക്കെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പരീക്ഷിക്കുക പറയുമ്പം നിമിഷ സജയൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഭാഷയിലാണെങ്കിലും അവർ ചെയ്തു വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പം ഓരൊക്കെ ചെയ്യുന്ന പോലത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ അതെ ഓക്കെ. അപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം കുഞ്ഞിലെ തൊട്ട് ഇവിടം വരെ ഒരുപാട് മത്സരങ്ങളിൽ മത്സരിച്ച് നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലേ? എന്ത് പറഞ്ഞാലും ചിരിയാണല്ലോ മുഖത്ത്. അപ്പം അത്തരത്തില് നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠനമല്ലാണ്ട് വേറെന്തൊക്കെ ഹോബീസ് ഉണ്ടായിരുന്നു? പഠനം ഒരു ഹോബി അല്ലായിരുന്നു. ബുക്ക് തുറക്കാറില്ലാത്ത ആളോടാ ചോദിച്ചേ. ഓക്കെ, ഹോബി എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ചിരുന്നാണ് അധികം സമയം കളയുക. അതിപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നാട്ടിൽ ചെന്നാൽ നാട്ടിലൊരു സെറ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പം തൃശ്ശൂരായിരുന്നപ്പോൾ അവിടുത്തെ സെറ്റ് ഉണ്ട്. ഇപ്പം കോട്ടയത്ത് ഇവിടെ അങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിച്ചിരിക്കുക തന്നെയാണ് പ്രധാന ഹോബി. പിന്നെ സിനിമകൾ കാണും, പാട്ടുകൾ. മലയാളം സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കുറെ പറ്റുന്ന അത്രയും ഇരുന്ന് കാണും, പാട്ടുകൾ കേൾക്കും, മലയാളം പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെയൊക്കെ തന്നെ. വായനയും പാട്ടുകൾ കേൾക്കുകയാണ് താല്പര്യമുള്ള കാര്യം അല്ലെ? അപ്പൊ പദ്യം പണ്ട് നമ്മളൊന്ന് ചൊല്ലിയിട്ട് ഒന്ന് ഫ്ലോപ്പ് ആയി പോയില്ലായിരുന്നു? അത് ഇംഗ്ലീഷ് ആയിരുന്നു. അത് രണ്ടുപേരും ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുമോ? ഭയങ്കര പാടല്ലേ. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ സമയം തരാം. അയ്യോ അല്ല, അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഇപ്പൊ കുറച്ച് കാലമായി ഇവിടെ എത്തിയത്. പിന്നെ പദ്യമൊക്കെ ഉപേക്ഷിച്ചു. ഇവിടെ എത്തിയപ്പോ ഫുൾ മറക്കും, മൈൻഡ് പോയി. പോയി പദ്യമൊക്കെ മറന്നു, നാടകത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ശരിക്കും ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ നമ്മൾ? കഴിഞ്ഞ വർഷം ഞാൻ വന്നത് അതിനു വേണ്ടി തന്നെയായിരുന്നു. അപ്പം നോക്കുമ്പോ കൊള്ളാം പരിപാടി, പ്രാക്ടീസ്, ആൾക്കാരുമായിട്ട്. പിന്നെ നമുക്കൊരു കുറച്ച് ഈ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നാടകം പ്രാക്ടീസ് സമയമൊക്കെ ആയിരുന്നു. അപ്പം നോക്കുമ്പോൾ അത്യാവശ്യം നമുക്കൊരു കണക്ഷൻ കിട്ടും മനുഷ്യന്മാരുമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ നല്ലൊരു പരിപാടിയായത്. ആ ഒരു ഇതിൽ തന്നെ ഈ വർഷം സെലക്ഷൻ വിളിച്ചപ്പം ശരിക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ വന്നതാ.
ആത്മാർത്ഥമായിട്ട് തന്നെ പോയതാണ്, അതിന്റെ റിസൾട്ട് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ കണ്ണൂർകാരിയാണ്, തൃശ്ശൂർ വന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കി കോട്ടയത്ത് വന്നത് ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി SB കോളേജിൽ വന്ന് PG ചെയ്യുന്നു. ഇനി അടുത്ത യാത്ര ഏത് ജില്ലയിലോട്ടാ? അറിയില്ല, എവിടെയെങ്കിലും പോണം. ചിലപ്പോ തിരിച്ച് കണ്ണൂരേക്ക് തന്നെ ഇങ്ങനെ വീട്ടുകാർ വിളിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഫിക്സ് ഒന്നും ചെയ്തിട്ടില്ല. എന്തേലും എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കണം. ഇനിയിപ്പം MA ഒരു സ്ഥിതിഗതി എന്താകുന്ന കുറച്ച് മാസം കഴിയുമ്പോൾ അറിയാം. അത് കഴിയുമ്പോൾ തീരുമാനിക്കാന്ന് ഓർത്തിരിക്കുന്നു. അത് കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ചെന്ന് എത്തണമല്ലോ അല്ലേ? എത്തുമായിരിക്കും, എത്തും. ഓക്കെ. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവം വരികയാണ്. അപ്പൊ നാടകോത്സവത്തിൽ നമ്മുടെ മികച്ച നടിയായിട്ടുണ്ട്. അപ്പൊ ആളുകൾ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത കലോത്സവത്തിൽ ഇനി എന്തൊക്കെ ഐറ്റംസിനായിരിക്കും ഇറങ്ങുന്നത്, എന്തൊക്കെയായിരിക്കും പ്ലാനിങ്സ് എന്നൊക്കെയാണ്. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റിനും അത് തന്നെയാണ്. ഇതോടുകൂടി ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തിയതല്ലേ? അതല്ല, പ്രസംഗം ചെയ്തുകൊണ്ടിരുന്നായിട്ടാണ്. പക്ഷെ ഇത്തവണ കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടിയില്ല. പിന്നെ നല്ല വിഷമമുണ്ട്. സാരില്ല, റിസൾട്ട് അങ്ങനെയായി. അതുകൊണ്ട് തന്നെ ഇത്തവണ കലോത്സവത്തിലേക്ക് കയറ്റമൊന്നുമില്ല. നാടകോത്സവം അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമായിരുന്നു. ലാസ്റ്റ് കലോത്സവമായിട്ട് ഒരിക്കലും നാടകോത്സവത്തിൽ ഒരു സമ്മാനമൊന്നും ഞാൻ എനിക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. ലാസ്റ്റത്തെ കലോത്സവം പങ്കെടുക്കാൻ പോലും പറ്റാതെ പോയല്ലോ എന്നുള്ള വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് നാടകോത്സവം വന്നതും ഇതൊക്കെ കിട്ടിയതും. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇനി വരാൻ പോണ കലോത്സവം കണ്ടാസ്വദിക്കാം. കോട്ടയത്തുണ്ടല്ലോ, സപ്പോർട്ടും കൊടുക്കാം. അതെ അതെ. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ മാറ്റാളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടു. ഇപ്പൊ നമ്മുടെ ആ ഒരു പിക്ചേഴ്സ് ഒക്കെ കണ്ടപ്പോ നമുക്കറിയാം ആ ഒരു കണ്ണിൽ ആ ഒരു ഇപ്പോഴും കണ്ണിൽ എന്തൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പീളയായിരിക്കും കാണാൻ സാധിക്കുന്നെന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ആ കണ്ണിൽ ആ ജ്വലിക്കുന്ന അഗ്നി ആ ഒരു പിക്ചറെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ആ ഒരു മാറ്റാടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അതിപ്പം ലൈവായിട്ട് കാണാൻ ഒരു കൊതിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്ര ക്രൂരന്മാരൊന്നുമല്ല. അതിനകത്ത് നമ്മുടെ അലൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് അഭിനയിച്ച് കാണിക്കണം. അഭിനയിക്കാൻ പറഞ്ഞാൽ എണീറ്റ് പോയി അഭിനയിക്കൊന്നും വേണ്ട, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ആക്ച്വലി ഈ മാറ്റാളിൽ അങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് നിന്ന് പറയുന്ന ഒരു സീൻ ഇല്ല. ഇത്രയും കാലം ദേഹം അനങ്ങി പണിയെടുക്കാതെ തന്നെ നല്ലോണം അനക്കിച്ചൊരു പരിപാടിയായിരുന്നു ഇത്. എന്നാലും ഇഷ്ടമുള്ള ഡയലോഗ് പറയാം. ഒരാളുടെ മേളിൽ കയറി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും എന്നിൽ പരീക്ഷിക്കരുത്. ഇങ്ങടൊന്ന് കിടന്നായിരുന്നു. ഇത്രയും നേരം എന്നോട് ചോദിച്ചതിനുള്ള പ്രതികാരം അങ്ങനെ വീട്ടരുത്. ഓക്കെ. ആ പോർഷനിലെ ഡയലോഗ് തന്നെ പറയാം. ആ പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോർഷനാണ്. അതെന്താണ് പോർഷൻ? ജസ്റ്റ് ഒരു ഞങ്ങൾക്കൊരു ഇത് സംഭവമൊന്നുമില്ല. ആക്ച്വലി ഭവാനിയെ ഭർത്താവ് കല്യാണം കഴിക്കുന്നത് കയറി പിടിച്ചിട്ടുള്ള ഒരു പീഡന ശ്രമമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാർ കണ്ട് ഇയാളുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ദളിത് സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഭവാനിക്ക് എല്ലാം നിഷേധിക്കപ്പെടുകയാണ്. അവൾക്ക് സോഫാർ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും അവൾക്ക് കിട്ടുന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ഏതോ ഒരു നിമിഷം അവൾ വീണ്ടും പഴയ ഭാര്യയെ കണ്ട് പ്രണയത്തിലാകുന്നത് പോലെ അവൾക്ക് തോന്നുന്നൊരു നിമിഷം ത്തിന് ശേഷം അങ്ങനെ ഒരു മൊമെന്റ് അവളുടെ ലൈഫിൽ പെട്ടെന്ന് ഉണ്ടാവുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ റിക്കളക്ട് ചെയ്യാണ് എന്താണ് അവളുടെ ലൈഫിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നതെന്ന് ഭവാനി ഓർക്കുന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പം ഭവാനി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ വെച്ചിട്ട്, ആക്ച്വലി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ മരിച്ച ഭാര്യയാണ്. മരിച്ച ഭാര്യയോട് അവള് കോൺവെർസേഷൻ നടത്തുന്ന ഒരു പോർഷൻ ആയിരുന്നു അത്. ഓക്കെ. അതാണ് ഇപ്പൊ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതെ അതെ. ഈ കറുത്ത ആകാശം പോലെ ഞാൻ, എൻ്റെ മനസ്സ്, ഭാരി നീ പറഞ്ഞതുപോലെ ചരിത്രം നിനക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഞാനെവിടെ? നീ ഓർക്കുന്നുണ്ടോ അന്ന് രാത്രി സമരപ്പന്തലിൽ സമരസഖാക്കൾക്കുള്ള ആഹാരവുമായി വന്ന ഞാൻ, തീ കാഞ്ഞുകൊണ്ടിരുന്ന നീ, ഇരുട്ടിൻ്റെ മറവിൽ നീ എന്നെ ഇറുകെ പിടിച്ച് ചുംബിച്ചത്, പിന്നീട് നമ്മുടെ ബന്ധമറിഞ്ഞുണ്ടായ ജാതി വഴക്കുകൾ, രാത്രിയിൽ നിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഓടിയത്, തലയിൽ മണ്ണെണ്ണയൊഴിച്ച് നിന്നെ ഇറുകെ പുണർന്നു നിന്നപ്പോൾ എൻ്റെ വീട്ടുകാരും അടങ്ങിപ്പോയി. മേൽജാതിയിൽപ്പെട്ട നീ അവിടെ കയറുന്നത് അവരുടെ അഭിമാനമായി, നീ അവർക്ക് പ്രിയപ്പെട്ടവനായി. ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്തായി. ഭവാനി ഭവാനി ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. ചരിത്രം നിനക്കുള്ളതാണ് ഭവാനി. തകർത്തു. ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും എന്താണെങ്കിലും സൂപ്പർ കേട്ടോ. അപ്പൊ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരുന്നു സ്റ്റേജിൽ അന്ന് കണ്ടത്. വേണമെങ്കിൽ അങ്ങനെ പറയാം. അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നല്ലേ. ഈ കണ്ണൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്തു അത്? ടാസ്ക് ആയിരുന്നു. പക്ഷെ പിന്നെ അറിയാലോ, ഇത് എൻ്റെ മാത്രം ഒരു എഫേർട്ടോ കഷ്ടപ്പാടോ ആയിരുന്നെങ്കിൽ പോകട്ടെ എന്ന് നമുക്ക് വെക്കായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. കുറേ മനുഷ്യന്മാരുടെ ഒരു 1.5 മാസത്തെ കഷ്ടപ്പാടാണ്.
ഫണ്ട് അത്ര ഇറങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. SB കോളേജ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു നാടകം ഇതായിരുന്നു. അപ്പം അത്രയും എഫേർട്ട് എല്ലാ ആൾക്കാരും എടുത്തിട്ടുണ്ട്. SB കോളേജ് പറയുമ്പോൾ നമ്മുടെ നസീർ സാറൊക്കെ പഠിച്ച കോളേജ് ആണല്ലേ. അപ്പൊ നാടകത്തിന്റെ ഒക്കെ പേരിലാണെങ്കിലും നാടകത്തിന്റെ പേര് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ SB കോളേജ് പേരെടുത്ത ഒരു കോളേജ് തന്നെയാണ്. അപ്പൊ അവിടുന്ന് ഇത്തരത്തിലൊരു നാടകം ഇറങ്ങുമ്പം ഞാൻ കാരണം ആ നാടകം മുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഭയങ്കര വിഷമാണ്. ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്ന ഒരു നഷ്ടമാണ്, പോട്ടേന്ന് വെക്കായിരുന്നു. പക്ഷെ അങ്ങനെ വെക്കാൻ പറ്റാത്തൊരു ടൈമായിരുന്നു. അതും ഫൈനൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു സാധനം വേണ്ടാന്ന് വെക്കാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അത് ഏറ്റെടുത്തു. അപ്പം വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? കട്ട സപ്പോർട്ടായിരുന്നു? വീട്ടിൽ ആക്ച്വലി അറിഞ്ഞിട്ടില്ല. നാടകം കഴിഞ്ഞ് മികച്ച നേടി കിട്ടിക്കഴിഞ്ഞപ്പോഴും കണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു 3 ദിവസത്തെ ഉറക്കം പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഫോണിന്റെ ചാർജും തീർന്ന് ബോധം കെട്ട് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ കുറച്ച് ടെൻഷൻ്റെ ആളാണ്. അപ്പം ഇങ്ങനെ ആരെയൊക്കെയോ വിളിച്ചു. അപ്പം അതില് ഗായത്രി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഇവളെ വിളിച്ചപ്പോൾ പറഞ്ഞു ഓക്ക് കണ്ണിന് വയ്യല്ലോ, ഓള് വല്ല ഹോസ്പിറ്റലിലും പോയിണ്ടാവും. എന്നാലും എന്റെ ഗായത്രി എന്നോട് ഈ ചതി വേണ്ടായിരുന്നല്ലേ. അയ്യോ, അങ്ങനെ അവൾക്കറിയില്ലായിരുന്നു, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ അമ്മ ആരോഗ്യമോ വിളിച്ച് ഫോണൊക്കെ കൊണ്ടുതന്നു. എന്താ കണ്ണിന് പറ്റിയേ? കുമ്മായം വീണതാ, ചെറുതായിട്ട് കുറച്ച് കുമ്മായം. കാഴ്ചയൊക്കെ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെ അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും വീട്ടുകാരും അത്ര സീനായിട്ടൊന്നും എടുത്തില്ല. അവര് പറഞ്ഞു എന്തായാലും വരാനുള്ളത് വന്നു, ഇനിയിപ്പം പറഞ്ഞിട്ട് ഒരു കണ്ണല്ലേ കണ്ണുണ്ടല്ലോ. കൊള്ളാം. അപ്പം ശരിക്കും നമ്മുടെ ലൈഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ RJ ഹണ്ട് പോലെ ഒരുപാട് കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മലയാളി മങ്കിക്ക് ഇടക്ക് പോയിട്ട് ഒന്നും കിട്ടാണ്ടൊക്കെ ഇരുന്നിട്ടില്ലേ? ആ കഥ ഞങ്ങളുടെ പറഞ്ഞേ. ഇല്ല, അത് കോളേജിൽ വെച്ച് നടന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി ഓണത്തിന്റെ സമയത്ത് ഞാൻ കോളേജിലാണോ? ഞങ്ങളുടെ കോളേജിൽ തന്നെ ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തതാണ്. അവർക്ക് എന്റെ ട്രൈ ഇഷ്ടമായില്ല. ആ ട്രയൽ അവര് വീണില്ല. ഇല്ല അവര് വീണില്ല. ഓക്കെ, അപ്പൊ ഇത്തരം പ്രോഗ്രാംസിലൊക്കെ പോകുന്ന സമയത്ത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടോ ഇൻസ്പയർ ചെയ്തെന്ന് പറഞ്ഞിട്ട്? ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് ഇതിപ്പോ നമ്മള് ഈ പ്രസംഗം, എനിക്ക് തോന്നുന്നത് ആ ഒരു കല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സീനിയർ ബാച്ച് ഉണ്ടാവും, സ്ഥിര സമ്മാനം വാങ്ങുന്നവര്. അതെ, അങ്ങനെ അപ്പം അവരെ കണ്ടിട്ടായിരിക്കും ഇനി അവർക്ക് കിട്ടുന്ന പോലെ നമുക്കും കിട്ടണം. അങ്ങനെ ഒരു വലിയ സെറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെറ്റായിരിക്കും ഞങ്ങൾക്കും ഇതേപോലെ തന്നെ ജൂനിയേഴ്സ് ഉണ്ടായിരിക്കും, ആ ഒരു ഫീൽഡിൽ ഉണ്ടാകും. ഇങ്ങനെ അപ്പം അവരെ കാണുമ്പോൾ നമുക്ക് ഇവര് വാങ്ങുന്ന പോലെ വാങ്ങണം. അങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഔട്ടാകാറായി, പുതിയ പിള്ളേര് വാങ്ങി തുടങ്ങി, അങ്ങനെയൊക്കെ. അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പോണു. ശരിക്കും ലൈഫിന് ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മടുത്ത് പറഞ്ഞ് ഇത്രയും കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് ഭയങ്കര കൂളായിട്ടെല്ലാം നോക്കി കാണുന്ന ഒരാളാണ് നമ്മുടെ അലൻ അല്ലേ. അപ്പൊ അലൻ ഇത്രയും നേരം ഫുൾ നമ്മുടെ ചില്ല് ചെയ്തു, കാര്യങ്ങളൊക്കെ എന്നാ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പറഞ്ഞു. ആ ക്യാരക്ടറൊക്കെ ഒന്നും കാണിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര സീരിയസ് ആയി, ആള് സ്വിച്ച് ഇട്ട പോലെ മാറിയത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ഫണ്ണി മൂഡിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിവേ മാറ്റാൾ വലിയൊരു മാറ്റം സൃഷ്ടിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്ന, ഒരുപാട് ആളുകൾ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈറ്റിലാണ് കിട്ടിയത് അല്ലെ, മികച്ച നടി എന്ന് പറയുന്നത് നമ്മുടെ നാടകോത്സവത്തിൽ. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. 89.6 FM സർഗക്ഷേത്ര.